സോ ഗുഡ് ഈവനിങ്. നമ്മൾ വീണ്ടും അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് KCBI 9098/2023. ഇതാണ് ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദ കറണ്ട് ത്രൂ ദ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്, അല്ലെ? ദ കറണ്ട് ത്രൂ ദ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 30% എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് എ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അല്ലെ? അതായത് നമുക്കറിയാം മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും വരിക? I² ആണ്, അല്ലെ? മൂവിങ് ആൻഡ് ആകുമ്പോഴത്തേക്ക് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? I² ആണ് നമുക്ക് പറയാൻ പറ്റും. മൂവിങ് കോയിൽ ആണെങ്കിലോ ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മൂവിങ് ആൻഡ് സ്കെയിൽ എന്തായിരിക്കും വരിക? നോൺ ലീനിയർ ആണ്, അല്ലെ? നോൺ ലീനിയർ സ്കെയിൽ ആണ്. മൂവിങ് കോയിൽ എന്തായിരിക്കും വരിക? ഈസ് ഹാവിംഗ് ലീനിയർ സ്കെയിൽ. മൂവിങ് കോയിൽ ആപ്ലിക്കബിൾ ടു ഓൺലി DC മെഷർമെന്റ്, മൂവിങ് അയൺ ബോത്ത് AC ആൻഡ് DC. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു I² ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ദ കറണ്ട് ത്രൂ ദ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഈസ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 30% എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതി കൂടെ T2/T1 is equal to I2/I1 the whole square. ഇവിടെ എന്തായിരിക്കും വരിക? I2 increased by 30%. That is equal to T2/T1. I2 എന്തായിരിക്കും വരിക? I2 becomes 30% 1.3 നമുക്ക് എഴുതാം, അല്ലെ? 1.3 into I1 divided by I1 the whole square. അപ്പൊ നമുക്ക് എങ്ങനെ വരും നമുക്ക് ആൻസർ? Therefore T2/T1 is equal to I1² ക്യാൻസൽ ചെയ്യുമ്പോൾ 1.69 എന്ന് പറയുന്നത്. Therefore T2 is equal to 1.69 times T1. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എത്ര പെർസെന്റേജ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ പെർസെന്റേജ് ഇൻക്രീസ്, അല്ലെ? പെർസെന്റേജ് ഇൻക്രീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100%. ഇവിടുത്തെ ഫൈനൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 1.69, അല്ലെ? 1.69 മൈനസ് ഇനിഷ്യൽ വാല്യൂ എത്ര? 1 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ 1. എന്നിട്ട് നമുക്ക് 69%. സോ ഓപ്ഷൻ C ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വന്നേക്കുന്നത്. സോ ഓർത്ത് വയ്ക്കാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വെച്ചിട്ട് അതിന്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാലും കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻ എല്ലാ എക്സാംസിലും കണ്ടെത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിപ്പോ PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെന്നാണ്. ഇപ്പം അടുത്ത് നടന്ന എയ്ഡ് എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനർജി പവർ സിഗ്നൽസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നമ്മൾ ഓർത്ത് വെക്കണം. എനർജി പവർ സിഗ്നൽസിന്റെ if P and E are the average power, P എന്ന് പറയുന്ന ആവറേജ് പവറും and E be the energy of a continuous or discrete time signal, then energy signal is. അപ്പോൾ എനർജി സിഗ്നലിനകത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പം എനർജി സിഗ്നലിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? നമുക്കറിയാം നമുക്ക് രണ്ട് സിഗ്നൽ ഉണ്ട്, അല്ലെ? എനർജി സിഗ്നൽ ഉണ്ട്. എനർജി സിഗ്നലിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും വരിക? എനർജി സിഗ്നല് എന്തായിരിക്കും വരിക? ഇത് പവർ സിഗ്നൽ ആണെങ്കിൽ എനർജി സിഗ്നലിന്റെ എനർജി എന്തായിരിക്കും വരിക? എനർജി സിഗ്നൽ ഈസ് ഹാവിംഗ് ഫൈനൈറ്റ് എനർജി, അല്ലെ? എനർജി ഫൈനൈറ്റ് ആയിരിക്കും. അതേ കണക്ക് തന്നെ പവർ സിഗ്നൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അതിന്റെ പവർ ഫൈനൈറ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, എനർജി സിഗ്നലിന് എനർജി ഫൈനൈറ്റ് ആണ്, പക്ഷെ പവർ എന്തായിരിക്കും വരിക? പവർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പവർ സിഗ്നലിന് എന്തായിരിക്കും വരിക? എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഓർത്ത് വയ്ക്കുക, കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എനർജി സിഗ്നലിന് എനർജി സിഗ്നൽ പോസസ് എ ഫൈനൈറ്റ് വാല്യൂ ഓഫ് എനർജി, ആൾസോ പവർ സിഗ്നൽ ആൾസോ പോസസ് എ ഫൈനൈറ്റ് വാല്യൂ ഓഫ് പവർ. പക്ഷേ എനർജി സിഗ്നൽ എന്തായിരിക്കും വരിക? എനർജി സിഗ്നൽ പവർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഫോർ എ പവർ സിഗ്നൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും വരിക? എനർജി സിഗ്നൽ എന്ന് പറയുന്നത് അപ്പൊ എനർജി സിഗ്നലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം എനർജി സിഗ്നൽ ആകുമ്പോഴത്തേക്ക് പവറിന്റെ വില 0 ആണ് നമുക്കറിയാം. അതേ കണക്ക് എനർജി എന്തായിരിക്കും വരിക? എനർജി ഹാവ് എ ഫൈനൈറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദി എനർജി ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് നമുക്ക് പറയാം. അപ്പം ഇതിനകത്ത് തന്നെ എക്സാമിന് ചോദിക്കാം, നമുക്കൊരു എനർജി സിഗ്നലും പവർ സിഗ്നലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു എനർജി സിഗ്നൽ ആണെങ്കിൽ എനർജി സിഗ്നൽ നമ്മളൊരു ഷിഫ്റ്റിംഗ് കൊടുക്കുകയാണ്. X(t - T0) അതെന്തായിരിക്കും വരിക? ഇപ്പൊ X(t) എന്ന് പറയുന്ന, ഞാനിങ്ങനെ പറയാണ്, ഇഫ് X(t) എന്ന് പറയുന്ന സിഗ്നലിന്റെ എനർജി E ആണെങ്കിൽ
എക്സ് ഓഫ് ടി മൈനസ് ടി ഞാൻ ഈ സിഗ്നലിൽ ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? അതിന്റെ എനർജി നോ ചേഞ്ച് ഇ തന്നെ ആയിരിക്കും. അടുത്തത് എക്സ് ഓഫ് മൈനസ് ടി, ഞാൻ ആ സിഗ്നലിൽ ഞാനൊന്ന് റിവേഴ്സ്, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിലാണ്, അതിന്റെ എനർജി ഇ ആണെങ്കിൽ ഞാൻ അതിന്റെ ആ സിഗ്നൽ ഞാൻ റിവേഴ്സ് ചെയ്യാണ്. അപ്പൊ എക്സ് ഓഫ് മൈനസ് ടി ആകുമ്പോഴത്തേക്ക് സംഭവിക്കും? അതിന്റെ എനർജി എന്തായിരിക്കും വരിക? ഇ ആയിരിക്കും. പകരം നോക്കി ഞാനൊന്ന് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിന്റെ എനർജി ഇ ആണെങ്കിൽ ഞാൻ സ്കെയിൽ ചെയ്തു, എക്സ് ഓഫ് എ ടി ആക്കി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇ ബൈ എ എന്നായിരിക്കും നമ്മളുടെ ആൻസർ. അതായത് എനർജി സിഗ്നലിനകത്ത് ഹാസ് നോ എഫക്ട് ഓൺ, ആർക്കൊക്കെ എഫക്ട് ഇല്ല? ഷിഫ്റ്റിങ്ങിന് എഫക്ട് ഇല്ല, റിവേഴ്സലിന് എഫക്ട് ഇല്ല, ബട്ട് എനർജി സിഗ്നൽ ഹാവ് എഫക്ട് ഓൺ സ്കെയിലിംഗ്. ഓക്കെ, എക്സ് ഓഫ്, ഇപ്പം നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ എനർജി ഇ ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് എനർജി ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് 2t? എന്തായിരിക്കും വരിക? സ്കെയിലിംഗ് വരുമ്പോഴത്തേക്ക് എന്താ? ഇ ബൈ എ, ഇ ബൈ 2 നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കണക്ക് തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽ ചെയ്യാണ്. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിന്റെ എനർജി ഇ ആണെങ്കിൽ എ ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ എനർജി എന്തായിരിക്കും വരിക? എ സ്ക്വയർ ഇൻറ്റു ഇ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത് പവർ സിഗ്നൽ ആണെങ്കിലോ, നമ്മൾ പവർ സിഗ്നലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട്, അല്ലെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിന്റെ പവർ പി ആണെങ്കിൽ ഞാൻ അതിനെ സ്കെയിലിംഗിന് ചെയ്യാണ്. എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ചെയ്തു, ദർ ഇസ് നോ എഫക്ട്, പി തന്നെ ആയിരിക്കും. ഞാൻ റിവേഴ്സ് ചെയ്യാണ്, എക്സ് ഓഫ് മൈനസ് ടി ചെയ്തു, അപ്പോഴും പവർ പി തന്നെ ആയിരിക്കും. പിന്നെ വീണ്ടും ഞാൻ അതിനെ സ്കെയിൽ ചെയ്തു, എക്സ് ഓഫ് എ ടി ആയിരിക്കും, അവിടെയും നമ്മുടെ പവർ പി തന്നെ ആയിരിക്കും. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് സ്കെയിൽ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് ഓഫ് ടി എടുത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പവർ ബിക്കംസ് എ സ്ക്വയർ പി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. സോ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ ബേസിക് ഡി ആർസനോവൽ മൂവ്മെന്റ് ഹാസ് എ ഫുൾ സ്കെയിൽ current of 1 milliampere and the internal resistance of 100 ohm is used to convert a multi-range DC voltmeter with a range of 0 to 20 volt. 0 to 20 volt, 0 to 50 volt, 0 to 100 volt, 0 to 250 volt as shown. അങ്ങനെയാണെങ്കിൽ R1 R2ന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് റേഞ്ച് എക്സ്റ്റൻഷൻ മാത്രമാണ്. ഈ ക്വസ്റ്റ്യന് നമ്മളെ റേഞ്ച് എക്സ്റ്റൻഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം. ഹാസ് എ ഫുൾ സ്കെയിൽ കറണ്ട്. അപ്പം ഐ എം എത്ര നമുക്ക് തന്നിട്ടുണ്ട്? ഐ എം ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഐ എം ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്, അപ്പൊ എന്തായിരിക്കും വരിക? ഡി ആർസണൽ മൂവ്മെന്റിന്റെ ഫുൾ സ്കെയിൽ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർ എം തന്നിട്ടുണ്ട് അല്ലെ? അത് മീറ്റർ റെസിസ്റ്റൻസ് ആണ്. ആർ എം ഈസ് ഈക്വൽ ടു 100 ഓം എന്ന് നമുക്ക് പറയുന്നത്. ഈസ് യൂസ് ടു കൺവേർട്ട് എ ഡി സി വോൾട്ട് മീറ്റർ. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇവിടെ നമുക്ക് റേഞ്ച് വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ആർ എസ് സി ഈസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1 അല്ലെ? ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ നമുക്ക് ഇത് നമ്മൾ ആർ എസ് സി 1 അല്ലെങ്കിൽ R1 നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇവിടെ നമുക്ക് നോക്കിയും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് R1ന്റെയും R2ന്റെയും വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയും നമുക്ക് വി എം കണ്ടുപിടിക്കാം അല്ലെ? മീറ്ററിന്റെ വോൾട്ടേജ് കണ്ടുപിടിച്ചേ. മീറ്ററിന്റെ വി എം ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഐ എം ഇൻറ്റു ആർ എം ആണ് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ഐ എം എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10⁻³ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വി എം ഈസ് ഈക്വൽ ടു 0.1 വോൾട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കിയാൽ നമുക്കറിയാം എം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എം ഈസ് ഈക്വൽ ടു വി ബൈ വി എം ആണ് അല്ലെ? വി ബൈ വി എം. ഇവിടുത്തെ വി എത്രയാണ്? നമുക്ക് R1 അല്ലെ? R1 R2 കണ്ടുപിടിക്കാനുള്ളത്. R1 എത്ര റേഞ്ച് എക്സ്റ്റെൻഡ് ആയിരിക്കുന്നത്? 20 ആണ് ആയിരിക്കും. Therefore here V is equal to 20 അല്ലെ? അടുത്ത എന്തായിരിക്കും വരിക? വി എം ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 0.1 കിട്ടും. സോ നമുക്ക് എങ്ങനെ ഇപ്പൊ എമ്മിന്റെ വില എത്ര കിട്ടും നമുക്ക്? Therefore M is equal to 20 divided by 0.1 that is equal to എത്ര കിട്ടും നമുക്ക്? 200 കിട്ടും. Therefore ഫസ്റ്റ് കേസിൽ ആർ എം അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു R1 എന്ന് പറയാൻ പറ്റും. ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? R1 ഈസ് ഈക്വൽ ടു ആർ എം അല്ല, R1 അല്ലെ? R1 ഈസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. നമുക്കറിയാം ഇക്വേഷൻ. ആർ എം എത്ര ആയിരിക്കും വരിക? ആർ എം നമുക്ക് ആർ എം 100 വരും അല്ലെ? 100 ഇൻറ്റു എം എത്രയാണ്? 200 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു
199 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് 19.9 കിലോ ഓം എന്ന് കിട്ടും. നമുക്ക് ആരെ കിട്ടും? നമുക്ക് R1 കിട്ടി. ഇനി നമുക്ക് ഇവിടെ നോക്കിയേ, നമുക്ക് R2 കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 19.9 കിലോ ഓം ആയപ്പോഴത്തേക്ക് ഓപ്ഷൻ നമ്പർ ബിയും ഉണ്ട് ഡിയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ബിയിലും ഡിയിലും ഏതെങ്കിലും ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് എലിമിനേറ്റ് കളയാം. ഇനി നമുക്ക് എന്ത് വേണം? R2 കണ്ടുപിടിക്കണം അല്ലെ. R2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R2ന്റെ വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക? എത്ര റേഞ്ച് എക്സ്റ്റൻഡ് ആയിരിക്കുന്നത്? 50 വോൾട്ട് അല്ലെ. അപ്പം ബി ഈസ് ഈക്വൽ ടു 50 വോൾട്ട്. ബി എമ്മിന് വല്ല ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. ബി എം ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക? 0.1 വോൾട്ട് തന്നെ നിൽക്കും. therefore എം എന്തായിരിക്കും വരിക? എം ഈസ് ഈക്വൽ ടു therefore m is equal to 50 by 0.1, that is equal to നമുക്ക് 500 നമുക്ക് കിട്ടും അല്ലെ. therefore RSC അല്ലെങ്കിൽ R2 അല്ലെ, R2 is equal to RM എത്രയാണ്? മീറ്റർ റെസിസ്റ്റൻസ് 100 into m എത്ര ആയിരിക്കും വരിക? 500 minus 1, that is equal to 100 into 499. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 49.9 കിലോ ഓം നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് M1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? M1 എന്ന് പറയുന്നത് നമുക്ക് R1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? നമുക്ക് 19.9 കിലോ ഓം കിട്ടി അല്ലെ. R1 എന്ന് പറയുന്നത് 19.9 കിലോ ഓം നമുക്ക് ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര വേണം? അവിടെ ആ 19.9 കിലോ ഓം വെച്ചിട്ട് നമുക്ക് എത്ര വരെ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി? 20 വരെ പറ്റി അല്ലെ. നമുക്ക് 50 ആക്കണമെങ്കിൽ എത്ര വേണം? നമുക്ക് 50 ആക്കണമെങ്കിൽ നമുക്ക് 49.9 ആണ് 50 വരെ ഉള്ളത്. 99.9 ഇവിടെ ആൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര ആയിരിക്കും വരിക? 30 കിലോ ഓം ആയിരിക്കും നമ്മളെ R2ന്റെ വില വരുന്നത്. സോ ഓപ്ഷൻ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വന്നേക്കുന്നത്. സോ നമ്മൾ നോക്കുക, 50ലേക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 49.9 കിലോ ഓം റെസിസ്റ്റൻസ് വേണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൾറെഡി 20 റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി 19.9 കിലോ ഓം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ 19.9 കിലോ ഓം 20 അല്ലെ, ഈ മീറ്റർ വെച്ചിട്ട് 20 വോൾട്ട് വരെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി 30 വോൾട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ടോട്ടൽ റെസിസ്റ്റൻസ് 40, അത് 50 വരെയുള്ള റെസിസ്റ്റൻസ് 49.9 മൈനസ് 19.9, അപ്പൊ നമുക്ക് കിട്ടും നമുക്ക് 30 കിലോ ഓം കിട്ടും. സോ അവർ ഫൈനൽ ആൻസർ R1 എന്ന് പറയുന്നത് 19.9 കിലോ ഓം, R2 എന്ന് പറയുന്നതായിരിക്കും വരിക 30 കിലോ ഓം. നിങ്ങൾക്ക് തെറ്റാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ വോൾട്ടേജ് V50 എടുക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങൾ 30 എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി കിട്ടും. അതാണ് ഒരു മിസ്റ്റേക്ക് പോയിന്റ്. അങ്ങനെ എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്കെയിൽ ഏതിലേക്കാണോ നമുക്ക് എത്തിച്ചേരാനുള്ളത് ആ വോൾട്ടേജ് നമ്മൾ എടുക്കുക. ഇവിടെ നമുക്ക് R1 വെച്ചിട്ട് നമുക്ക് എത്തിച്ചേരാനുള്ള വോൾട്ടേജ് 20 ആയിരുന്നു അല്ലെ. അതേ കണക്ക് തന്നെ R2 വെച്ചിട്ട് നമുക്ക് എത്തിച്ചേരാനുള്ള വോൾട്ടേജ് 50 ആയിരുന്നു. നിങ്ങൾ അത് 30 ആയിട്ട് എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോകും. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. നോക്കിയേ, അടുത്തത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന കോസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി ടി മൈനസ് പൈ ആണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് പൈ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നോക്കിയേ, നമുക്ക് ഇമ്പൾസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? എല്ലാ എക്സാമിനും ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെയായാലും ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാതെ ഇരിക്കരുത്. ഓക്കെ, എക്സ് ഓഫ് ടി അപ്പൊ ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും വരിക? എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട്. ഓക്കെ, അടുത്തത് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി പ്ലസ് ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എക്സ് ഓഫ് മൈനസ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് എക്സ് ഓഫ് മൈനസ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി പ്ലസ് ടി നോട്ട്. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് പൈ. നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇവിടുത്തെ ഫംഗ്ഷൻ കോസ് ടി ആണ് അല്ലെ. കോസ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് പൈ. അന്ന് നമ്മൾ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ കോസ് ടി ആണ്. ഇവിടെ ടി നോട്ട് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും വരിക? പൈ ആണ്. സോ
പ്രോപ്പർട്ടി ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരിക്കും വരിക കോസ് ഓഫ് അല്ലെ എക്സ് ഓഫ് ടി നോട്ട് ഇവിടെ എന്തായിരിക്കും വരിക കോസ് ഓഫ് പൈ അല്ലെ ഇൻറ്റു ടി മൈനസ് ടി നോട്ട് കോസ് പൈ എത്ര ആയിരിക്കും വരിക -1 അല്ലെ -1 ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് പൈ അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ വരും മൈനസ് ഡെൽ ഓഫ് ടി മൈനസ് പൈ. അപ്പോൾ നമ്മുടെ ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ടാവും. നോക്കിയാൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയാൽ നമുക്ക് കൺവല്യൂഷനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് ടി, വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് വൈ ഓഫ് ടി ആണ്. അപ്പൊ കൺവല്യൂഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, എങ്ങനെ ആയിരിക്കും വരുന്നത് പഠിച്ചിട്ടുണ്ടാവണം. യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി ആണെങ്കിൽ എന്തായിരിക്കും വരിക ആൻസർ ഈസ് ടി ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, അഗെയിൻ ടി ഇൻറ്റു അടുത്ത പ്രോപ്പർട്ടി ടി ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി എന്തായിരിക്കും വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി. സെക്കൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്തത് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി ആണെങ്കിൽ എന്തായിരിക്കും വരിക ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് വരുത്തുള്ളൂ. അടുത്തത് ഇ റേസ് ടു മൈനസ് എ ടി കൺവല്യൂട്ട് വിത്ത് ഇ റേസ് ടു മൈനസ് ബി ടി ആണെങ്കിൽ 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് വരും. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 ദിവസമൊക്കെ നിങ്ങളൊരു ടൈം ടേബിൾ വെച്ച് നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങൾക്ക് ഫീഡ് ആവും. ഇവിടെ നോക്കി, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക എക്സ് ഓഫ് ടി എന്തായിരിക്കും 2 ഇൻറ്റു യു ഓഫ് ടിയും വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ആണ്. അപ്പൊ എന്തായിരിക്കും വരിക therefore നമ്മളെന്താ എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ ആൻസർ വരുന്നത് എങ്ങനെയാണ് വരുന്നത് 2 എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് അല്ലേ. അപ്പം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് ടിയും വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക 2 ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി അല്ലെ. എന്തായിരിക്കും വരിക ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അവിടുത്തെ 2 കോൺസ്റ്റന്റ് അവിടെ കിടക്കട്ടെ. യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി പറയുമ്പോഴത്തേക്ക് എന്താ ടി ഇൻറ്റു യു ഓഫ് ടി ഒരു ആൻസർ. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാവുന്ന ചെറിയൊരു സെഷൻ ആയിരുന്നു. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് സെഷൻസിന്റെ ലെങ്ത് കൂടാം. സോ എല്ലാവരും എക്സാംസിന് വേണ്ടിയിട്ട് ടച്ചപ്പ് ആയിട്ട് നിൽക്കുക. ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളവർ, അതായത് എക്സാമിന് വേണ്ടിയിട്ട് നോക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.